ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആരും എന്നോട് ചോദിച്ചില്ല എന്താ വീഡിയോ ഇടാൻ ഇഞ്ഞേന്ന്. അപ്പം ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട്, അനിത, ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കിച്ചണിൽ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് മൊബൈൽ നോക്കിയോണ്ടേ അതിൽ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, അനിത ചോദിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ അത് അനിത കേട്ടില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞ് ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അനിത ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഇടാഞ്ഞെന്ന്. അത് ഞാൻ ഇൻട്രോ എല്ലാം പറഞ്ഞിട്ട് ചായയുടെ ഇഞ്ചി ചതച്ച് കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ ഇത് പറഞ്ഞത്. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡെല്ലാം ചെയ്തിട്ട് ഇന്ന് രാവിലെയാണോ ഇന്നലെ രാത്രിയിലെങ്ങാണ്ട് നമ്മുടെ അഖിലും വാട്സപ്പിൽ ചോദിച്ചായിരുന്നു, ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ വീഡിയോ ഇടാഞ്ഞെന്ന്. ഞാനത് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് അഖിലിൻ്റെ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റിയതേ ഇല്ല. അനിതയുടെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ടേ കമൻറ്റ് കണ്ടതുകൊണ്ട് അനിതയുടെ കാര്യം പറഞ്ഞു. അഖിലും ചോദിച്ചായിരുന്നു എന്താ ചേച്ചി കുഴപ്പമെല്ലാം ഉണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇടാൻ പറ്റിയില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോയൊക്കെ കാണുക, താല്പര്യമുള്ളവരൊക്കെ അതേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. പിന്നെ പാട്ട് നല്ലതാണെന്ന് ഓമന ആൻറ്റി പറഞ്ഞു, നല്ല മീനിങ് ഉള്ള പാട്ടാണെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം കേട്ടതിൽ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വാട്സപ്പിൽ പലരും ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്, ഇങ്ങനെ ഓരോ നമ്മുടെ മീനു ക്യാരറ്റ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇടാൻ കേട്ടോ. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയായിരുന്നു, അപ്പം അത് കാണിച്ചു. അപ്പം ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നേ. അപ്പം അവിടെയൊക്കെ പക്ഷിപ്പനി എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇപ്പം ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തരും, അത് ഞാനിതിൽ ഒന്ന് കാണിക്കാമേ. പിന്നെ എന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒള്ളി സൺഡേലത്തെ വീഡിയോയാ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോയാ. സൺഡേയിൽ ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോയി ചിന്തിക്കും, പോകുന്ന വഴിയിലൊക്കെ ഉള്ളത് എടുക്കണം. ചിലപ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്ക് കൊണ്ടായിരിക്കും പോകുന്നത്, അതിങ്ങനെ ബാഗിൽ തന്നെ ഇരിക്കും. എടുക്കാനങ്ങ് വിട്ടുപോകും. അവിടെ പോയിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങ് മറ്റുള്ളവർ കാണുമെന്നുള്ളൊരു മടിയും കൊണ്ടൊക്കെ നമ്മൾ എടുക്കാതിരിക്കും. അങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ നമുക്കൊരു ഇച്ചിരി ലെങ്തിൽ കിട്ടിയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് നല്ല പട്ട് റോസാപ്പൂക്കൾ ഇങ്ങനെ കോലോ കുത്തി നിൽക്കുന്നത്, അത് പോയി ഇച്ചിരി ആദ്യം പ്രൈസമ്മോൻ്റെ ഞാൻ പറഞ്ഞു പോയിരുന്നത് കണ്ടാൽ തന്നെ നമുക്കങ്ങ് ഒന്നുകൂടൊന്ന് നോക്കാൻ തോന്നും. അതാ ഈ ചെടിയൊക്കെ ഇല്ലേ, റോസ് വില്ല മൊത്തം കാണിക്കുന്ന ഈ ചെടികളെയാണ്. അത് കാണുമ്പം തന്നെ നല്ല റോസാപ്പൂക്കൾ, പല വെറൈറ്റിയിലെ റോസാപ്പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് എത്രയെങ്കിലും മനസ്സിന് എന്തെങ്കിലും ഒരു, എപ്പോഴും മനുഷ്യർ ഒരുപോലെ ഇരിക്കത്തില്ലല്ലേ, ഇത്രയും മനസ്സിന് എന്തെങ്കിലും പ്രയാസം വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ചെടികളെ കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. എനിക്കിവിടെ സ്ഥലമൊന്നുമില്ല, അല്ലെങ്കിൽ 2 ബാൽക്കണി ഉണ്ട്. പക്ഷേ ഈ തുണി ഇടുന്നത് കൊണ്ട് എനിക്കത് നിറച്ചും വേണമെങ്കിൽ തുണികൾ അങ്ങനെ ഇടുന്നില്ലെങ്കിൽ എനിക്ക് 2 ബാൽക്കണിയിലും ചെടികളൊക്കെ നടായിരുന്നു. ഈ തുണികൾ ഇടുന്നോണ്ടാണ് എനിക്കിഷ്ടം കേട്ടോ അതൊക്കെ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ പിന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ ഈ വെള്ള കണ്ടോ, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇത്ര എടുത്ത് തുണിയും കൊണ്ട് വെള്ളം കൊണ്ട് തുടച്ചിട്ട് വീണ്ടും അതങ്ങനെ വെള്ള പോലെ പൊങ്ങി വരുന്നു. ഇനി അത് ഈ പെയിൻറ്റിൻ്റെ ഒക്കെയാണെന്നോ തോന്നുന്നു. ആദ്യമൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെ. അതുകൊണ്ട് വീഡിയോയിൽ നമുക്കത് മനസ്സിലാവും. കുറച്ചിടം ഞാൻ ചെയ്തതും അറിയാം. പിന്നെ അതിങ്ങനെ വെളുത്ത് വീണ്ടും വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പോയില്ല. ഓക്കെ, ഇങ്ങോട്ടാ. നമ്മുടെ സുന്ദരിമാരെ കണ്ടോ? അപ്പോൾ കാണുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗി. എനിക്കാണെങ്കിൽ അത് നമ്മൾ ആരാന്നേലും ഒന്നുകൂടെ ഒന്ന് നിന്ന് പോകും, ഇങ്ങനെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ അതിൻ്റെ അകത്തൊരു ആമ്പലുണ്ട്, അവിടെ പോയി നിന്ന് നോക്കും എല്ലാം കൂടെ. അതിൻ്റെ അകത്ത് ഏറ്റവും കുഞ്ഞായിട്ട് ഇടപെടുന്നത് പോളാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന്
വീട്ടിൽ വന്ന് ഷീറ്റ് മാറ്റുന്ന സംഭവം വികാസങ്ങളാണ് കാണാൻ പോകുന്നത്. നീ അത് അപ്പച്ചനിടാൻ പോവില്ലേ? അതില്ലേ എവിടെയും ഞാൻ ഇവിടെ കൊടുത്ത് പിന്നെ എവിടെയും എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഡാഡിയുടേത് ആദ്യം ഒരു ബ്ലൂ കളർ എടുത്തോണ്ടേ ഡാഡിക്ക് ആ കളർ വേണ്ടാന്ന് പറഞ്ഞു. അവൻ വേറൊന്നും ഇട്ട് കൊടുത്ത്. ഞാൻ പറഞ്ഞ് അത് ഇച്ചിരി വലിയ ഡബിൾ ഷീറ്റിൻ്റെത് ഞാൻ കീറി അത് രണ്ടാക്കിയായിരുന്നു. പക്ഷേ അത് എപ്പോഴും അത് ഇത്തിരി നീളമുണ്ട്, പക്ഷേ വീതി ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മറ്റേത് എന്താ കൊടുക്കാൻ. ഞാൻ അപ്പോൾ ഡാഡി പറഞ്ഞാൽ ഇനി 2 ആഴ്ചത്തേക്കിന് ഇത് മതി, ഇത് കിടക്കട്ടെന്ന്. ഇപ്പം സൺഡേ ഇവിടുത്തെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പം അവർ സൺഡേ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അകത്തോട്ട് കയറും കുറച്ച് കഴിഞ്ഞ്. എനിക്ക് അത്രയും ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഒരിതാ. ഇവർ പിന്നെ അവിടെ മുറിയിൽ അപ്പനും മക്കളൂടെ ഗുസ്തിയും ബഹളവും സംസാരവും അങ്ങനെ അവരതുമായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ താഴെ പോകും. ആ സമയത്ത് ഞാൻ പിന്നെ കുക്കിങ്. അപ്പം വൈകിട്ട് ഇച്ചിരി ബോൺലെസ് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 1/2 കിലോ ഉണ്ട്. ഒരു 3 ഗ്ലാസ് അരിക്കുള്ള 1/2 കിലോ ചിക്കൻ ഇടുമ്പം നല്ലതായിട്ട് നമുക്ക് ഓരോ പീസ് നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ നമ്മളൊരു മുളക് പൊടി ഇടുന്നില്ലല്ലോ. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് ഇച്ചിരി നമ്മൾ വെച്ചേക്കണം. ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ അത് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. നന്നായിട്ട് കോൺഫ്ലവർക്ക് അത് പിടിച്ച് നല്ല കോട്ടിങ് ആവും. ഇതിപ്പോൾ ഞാൻ ആവുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇരുന്നേ. അപ്പോൾ പിന്നെ വൈകിട്ട് എണീറ്റ് അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അവൻ പിന്നെ ഇവന്മാർ പുറകെ നടക്കും, ഇത് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കാം, കാരണം ചോപ്പ് സ്റ്റിക്കും കൊണ്ട് കഴിക്കാം. ഞാൻ പറഞ്ഞു വല്ലപ്പോഴും വാങ്ങിക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത് ഇനിയും ഇന്ന് വാങ്ങിക്കേണ്ട, ഇന്ന് ഞാൻ വയ്യേലും ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് പിന്നെ അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചതേ ഉള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ ഓയിൽ ഒഴിച്ച് ഇത്തിരി കൊണ്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് അതൊന്ന് വറുത്തെടുക്കട്ടെ. ഞാൻ ഇന്നാളിലും ഇതുപോലെ ഒന്ന് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് പിന്നെ മുട്ടയൊക്കെ ഒന്ന് ഇട്ടായിരുന്നു. ഇന്നിപ്പോൾ മുട്ടയൊന്നും ഇട്ടില്ല. ഈ വെജിറ്റബിൾസ് ഇതെല്ലാം കൂടെ. അപ്പം ക്യാരറ്റ് ഞാൻ അരിയെന്ന് കണ്ടപ്പോഴേ പോളൂ പറയും, മമ്മി കുറച്ച് ക്യാരറ്റ് അങ്ങ് മാറ്റും മമ്മി. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയും നിൻ്റെയൊക്കെ വയറ്റിൽ ചെല്ലട്ടെ, ഞാൻ വെജിറ്റബിൾസ് ഇടുമെന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചുകൂടെ കൊടുത്തിട്ടുണ്ടോന്ന് വേവട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറെ ഒരു കലത്തിൽ, എനിക്ക് വേറെ വലിയ വിസ്താരമുള്ള ചരുവില്ലാത്തതുകൊണ്ട് കലത്തിലാണ് ഞാൻ ചോറ് വേവിക്കുന്നത്. അതിൻ്റെ അകത്ത് ഉപ്പും ഇട്ട് ബേ ലീഫും പട്ടയും ഇട്ടിട്ടുണ്ട്. പോളിന് ഈ ഏലക്ക ഇടുന്ന ഇഷ്ടമല്ല, പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ആരെങ്കിലും ചിന്തിച്ച് കാണും ചേർക്കേണ്ടുന്ന കാര്യങ്ങൾ ചേർക്കേണ്ടതെന്ന്. നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അവർക്കിഷ്ടമല്ല എങ്കിൽ പിന്നെ എന്തിനാ. എന്നിട്ട് ഞാൻ ചിലത് നിർബന്ധിച്ച് ഇതിൻ്റെ അകത്ത് ചേർക്കും, ചിലതൊക്കെ അങ്ങ് പോട്ടെന്ന് വെക്കും. അപ്പം ഞാൻ ചിക്കൻ വറുത്തത് അതെല്ലാം ഒന്ന് കോരി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചിക്കനെല്ലാം ഇങ്ങനെ വറുത്ത് കോരി അതേ ഓയിലിൻ്റെ അകത്ത് ഞാൻ 2 മീഡിയം സൈസിലെ സവാളയും ഒരു 3-4 വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതുകൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളിതിൽ കൂടുതൽ വലിയ മസാല പിന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ആ ഓയിലുണ്ടല്ലോ, നമ്മൾ ആ ചിക്കൻ വറുത്തതിനകത്ത് ആ മുളക് പൊടിയുടെ ഇച്ചിരി ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇച്ചിരി കളറൊക്കെ. അതുകൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസിന് ഇത്തിരി കളർ വരും. അതനുസരിച്ച് നിങ്ങൾ പൊടികളൊക്കെ അന്നേരം ചേർക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഇച്ചിരി മസാല നന്നായിട്ട് ചേർക്കണേ. ഞാൻ പറഞ്ഞേടാ ഇതിലധികം മസാലയൊന്നും അങ്ങനെ ചേർക്കത്തില്ലെന്ന്. ഞാനപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി ഇച്ചിരി ഒന്ന് വാടി വന്നാണ് ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജ്. അപ്പോൾ ഇവർക്ക് ഈ പച്ചക്കറികൾ ഇഷ്ടമല്ലല്ലേ, നമ്മളതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ബീൻസ് ചേർക്കാം, മറ്റൊക്കെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളായിരുന്നു. ക്വാണ്ടിറ്റിയും കുറച്ചുകൂടെ ചേർത്താണെങ്കിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആ റൈസിന് ഒരു ടേസ്റ്റ് കിട്ടും.
അപ്പോൾ ഇവൻ ഇത് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കുന്ന കണ്ടപ്പോഴേ വന്ന് പറഞ്ഞു മമ്മി കുറച്ചങ്ങ് മാറ്റുന്നു. പക്ഷേ 3 കപ്പ് അരിക്കൊക്കെ റൈസിനൊക്കെ ഇത്രയൊക്കെ വെജിറ്റബിൾസ് വേണം, ഇല്ലെങ്കിൽ നമ്മളധികം മസാലയും ചേർക്കുന്നില്ലേ ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പം ഞാൻ പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റി അപ്പോഴത്തേക്കിന് ഞാൻ അരി ഉണ്ടല്ലേ കിഴുത്തപ്പാത്രത്തിൽ ഒന്ന് വെന്ത് വന്നുടനെ കിഴുത്തപ്പാത്രം അതിൽ നിന്ന് കുറച്ച് വെള്ളം ആദ്യം ഇങ്ങനെ ഈ തവിക്കകത്ത് ഇങ്ങനെ കോരിയെടുത്ത് വെള്ളം വാരുന്ന തവിക്കകത്ത് കോരി കിഴുത്തപ്പാത്രത്തിൽ ഇട്ട്, എന്നിട്ട് അതിപ്പോൾ ഇച്ചിരി വെറ്റായിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് നേരം ആ ഉരുളി കിടന്ന് അതൊന്ന് ഇരുന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തു. ഞാൻ ആക്ച്വലി ചിന്തിച്ചിരുന്നു ഞാൻ ചില സമയത്ത് ബിരിയാണി മസാലയോ ചിക്കൻ മസാലയോ വല്ലതും ചേർക്കും, പക്ഷേ ഇന്നത് ചേർത്തില്ല. അത് കൊണ്ട് ആ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. ഞാൻ ഈ മസാലകളൊക്കെ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിലാണ് കൊണ്ടുവെക്കുന്നത്, അങ്ങ് മറന്നുപോയി. അല്ലെങ്കിൽ അടുത്ത് വെച്ചിരുന്നെങ്കിൽ ഞാനത് അതുകൂടെ ഇച്ചിരി ചേർത്തേനായിരുന്നു, അന്നേരം കുറേയും കൂടെ ഒരു മസാലയുടെയൊക്കെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എന്നിട്ട് ഞാൻ വറുത്ത ചിക്കനോട് ഇത് ഇട്ടിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയില്ല, അച്ചാർ നാരങ്ങയോ നെല്ലിക്കയോ അച്ചാറുണ്ട്, പിന്നെ പപ്പടം കൂടെ പൊള്ളിച്ച്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പിറ്റേന്നത്തൂടെ, കാരണം പ്രൈസമ്മോന് ടിഫിൻ കൊണ്ടുപോകണമെങ്കിൽ അവനിഷ്ടമാണ്, റേച്ചാനും അന്ന് ഇതായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കും. പ്രൈസിന് പിന്നെ ബിരിയാണി റൈസ് കണ്ടാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. ഓളും പറയും എന്നും ഇത് വെക്കാമെന്ന് പറയും. ഞാൻ നോക്കിയാണെങ്കിൽ ഒരാൾ തന്നെത്താനിരുന്ന് ഭയങ്കര കാര്യം പറിച്ചിലും കളിയും. അത് കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തതിന് എൻ്റെ അടുത്ത് പറയാം വേണ്ട മമ്മി. എൻ്റെ അടുത്ത് പറയാ മമ്മി പ്ലീസ് എടുക്കണ്ട മമ്മി, എല്ലാവരും കണ്ട് ചിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞ സാരമില്ല, ഞാൻ വീഡിയോ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ സാരമില്ല, നീ കുഞ്ഞല്ലേ, ആൾക്കാർ കണ്ട് ചിരിച്ചാലും സാരമില്ല, നീ ഇരുന്ന് കളിക്കുന്നത്, നീ കുഞ്ഞല്ലേ, അതുകൊണ്ട് സാരമില്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ സൺഡേലത്തെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞാൽ, പക്ഷേ വൈകുന്നേരമാണ് ഞങ്ങളിന്ന് ഇവിടെ BMC ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഔട്ട് ഗേറ്റാണ്. ഔട്ട് ഗേറ്റിൻ്റെ അങ്ങോട്ട് ഞാൻ കയറി പോവാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് BMC ഗ്രൗണ്ട്. അപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് ഇതിലെ കറങ്ങി കുറേ നടന്നിട്ട് വേണം പോകാൻ. ഇതിൽ അല്ലാതെ കൊച്ചുങ്ങൾക്കൊക്കെ ചാടി പോകാം, ഇവിടെ എല്ലാം വെട്ടി ഇട്ടേക്കുക. നേരെ ഓപ്പോസിറ്റ് നമുക്ക് കയറിയാൽ മതിയായിരുന്നു അങ്ങോട്ട്. പിന്നെ ഇപ്പം നടന്ന് ഇങ്ങി വരെ വന്നിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ പ്രൈസമ്മോൻ ഇവിടെ വന്ന് കുറച്ച് ഓടും അവൻ, എന്നിട്ട് ഞാൻ നടന്ന് വരുന്നിടം വരെ അവൻ അവിടെ നിൽക്കും, പിന്നെ തിരിച്ച് വരും, പിന്നെ ഇവിടെ വന്നിരുന്ന് കളിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ പോളും ഉണ്ടായിരുന്നു നടക്കാൻ. ഞങ്ങൾ കുറച്ച് നേരം നടന്നിട്ട് പിന്നെ ഒരു 40 മിനിറ്റൊക്കെ നടന്നിട്ട് പിന്നെ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ സൊസൈറ്റിയിലോട്ട് വരിക. ഇതിലേ ക്രോസ് ചെയ്ത് കൊണ്ടേ ഞാൻ പിന്നെ ഇനി അതിലേക്കൂടെ കറങ്ങി ഇതിലേ വരണം. ഇനി സൂക്ഷിച്ച് വണ്ടി വരുന്നിടത്ത്. അപ്പോൾ അവന്മാരിതിലെ ചാടി ഇറങ്ങിപ്പോയി, ഞാൻ അതിലേക്ക് ഇറങ്ങി വന്നു. അപ്പം എന്നിട്ട് ഞങ്ങൾ മൂന്നോട് ഇവിടെ വന്ന് ഇച്ചിരി നേരം ഇരിക്കുക. എന്നിട്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞങ്ങ് കയറിപ്പോവും. മിക്ക ദിവസം ഇന്ന് പോൾ വന്നേ ഉള്ളൂ, മിക്ക ദിവസം ഞാനും പ്രൈസിനൂടെ പോകത്തുള്ളൂ. അത്താഴം കഴിഞ്ഞിട്ട് അങ്ങ് പോകും. ഇന്ന് ഇച്ചിരി നേരത്തെ പോയി, അതുകൊണ്ട് നേരത്തെ ഇന്ന് കയറി വരും. പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നിയാ, പക്ഷേ അങ്ങ് പോയി. എൻ്റെ 2 റൗണ്ട് നടക്കുമ്പോഴേ എൻ്റെ മുട്ട് വീണതല്ലേ, അത് ഭയങ്കര വേദനയാണ്. അപ്പം ഞാൻ ഇച്ചിരി ഇച്ചിരി സ്പീഡ് കുറച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയൊക്കെ ആയി. ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു 10 മണി ആകാറായപ്പോഴാണ് റീച്ചാൻ വന്നേ. അന്നപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ വന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കുറേ ദിവസം കൊണ്ട് മീനില്ലാതിരിക്കുക, മീൻകാരടുത്ത് നോക്കണേന്ന്. അപ്പോൾ ഇന്നലെയൊക്കെ ചെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലായിരുന്നു. ഇന്നപ്പോൾ എന്നെ വീഡിയോ കോളിൽ കാണിച്ചായിരുന്നു. ഒരു കൂട്ടം 7 എണ്ണം ഉണ്ടായിരുന്നു, 100 രൂപ. അപ്പോൾ ഇത്രയും ഒരുമിച്ച് അവർ 400 പറഞ്ഞു, 300 കൊടുത്തെന്ന് പറയുന്നു. പക്ഷേ വീഡിയോ കോൾ ചെയ്തുകൊണ്ടെങ്കിൽ ഇതിനേക്കാൾ ഇച്ചിയും കൂടെ വലുതായിട്ട് തോന്നി. ഇവിടെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അത്ര വലുതല്ല, പക്ഷേ മീൻ നല്ലതാ, പഴുത്തതോ അങ്ങനെയുള്ളതൊന്നുമല്ല, പക്ഷേ ചെറുതാണ്, ടേസ്റ്റുള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം ഞാൻ അതെല്ലാം എടുത്തൊന്നും ഇപ്പോൾ രാത്രിയിലൊന്നും വെക്കുന്നില്ല, അതെടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കാമെന്ന് വെച്ച്.
അപ്പം ഇച്ചിരി മീനുണ്ടെങ്കിൽ ഇച്ചിരി ചാറയിൽ ഒഴിച്ച് കൂട്ടാമല്ലോ, അതുകൊണ്ട് ഇച്ചിരി മീനില്ലാതെ. അപ്പം ഞങ്ങളിന്ന് രാവിലെ ഈ ഇവിടെ വണ്ടിക്കാരുണ്ടല്ലോ, പുള്ളിക്കാരനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ അയലയുണ്ട്, 1 കിലോ അയല 300 രൂപയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു പിന്നെ പറയാമെന്ന്. പിന്നെ ഇതിപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നെയാണ്. പിന്നെ അന്നത്തെ കൂട്ടുള്ള ആ ഗ്രേപ്സ് 140 രൂപയുടെ അല്ലിലെ കറുകറായിരിക്കുന്ന ഗ്രേപ്സ്, അതിവിടെ ഈ പ്രൈസിന് ഇഷ്ടമല്ല. ഒട്ടും അരിയില്ല ഇതിൻ്റെ അകത്ത്. പക്ഷെ അന്നത്തേൻ്റെ അത്രയും ചിലത് ഇടയ്ക്ക് മധുരമില്ല. അപ്പം ഞാനതൊന്ന് വിനാഗിരി ഇട്ടിച്ചേരം വെള്ളത്തിയിട്ട് വയ്ക്കട്ടെ. എനിക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം ഇഷ്ടം നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നാസിക്കിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞാൽ അവർ ഈ വണ്ടിയിൽ വിൽക്കുന്നത്. ഇപ്പം സെയിം ഞങ്ങൾ അന്ന് അന്തേരിയിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അന്തേരിയിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അയാൾ തന്നെ ഇവിടെ സൺഡേയിൽ ആ സൈഡിൽ. ഇന്നിപ്പം കഴിച്ചാൽ ഇവിടെ കണ്ടു, അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഇവിടെ ഇവനേ ഉള്ളു ഇങ്ങനെ ഇഷ്ടമല്ലാത്ത, പോളിനും ഇഷ്ടമാണ്. പക്ഷേ അന്നത്തേൻ്റെ അത്ര ഇത് ചിലത് ഇതിൽ. പക്ഷേ ഈ പച്ച കളർ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് തിന്നുന്നുണ്ടെങ്കിൽ മധുരമുണ്ട് കേട്ടോ, നല്ലതായിരുന്നു. കിറുകിറായിരിക്കും. ഇവൻ തിന്നിട്ട് പറയുന്ന മധുരമില്ല, എന്നാൽ ഞങ്ങൾക്കെല്ലാം നല്ല മധുരമുണ്ട്. ഇവൻ എന്തോ പറയാൻ വയ്യാത്തത്. ഇന്ന് എൻ്റെ കൂട്ടുകാരി ഒരെണ്ണം കൊണ്ടുവന്നാണ് അവൻ പറയുന്നത് നല്ല മധുരം ഉണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു അത് നിൻ്റെ കൂട്ടുകാരി കൊണ്ടുവന്നുകൊണ്ടായിരിക്കും മധുരമെന്ന്. അപ്പോൾ അവൻ പറയും അത് ഗ്രീൻ ഗ്രേപ്സ് ആയിരുന്നു. ഇവൻ ഒരിടയ്ക്ക് പറയും എനിക്ക് കറുപ്പാണ് ഇഷ്ടമെന്ന്, ചില സമയത്ത് പറയും പച്ചയാണ് ഇഷ്ടമെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സബ്സ്ക്രൈബർ ക്യാറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ അയച്ചു തന്നെന്ന്. അത് ഇതാ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇനിയും അതും അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ കലത്തപ്പം ഫ്ലോപ്പായിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ആർക്കും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.